നിങ്ങൾക്കൊരു കോമഡിയാണ് കാണിച്ചത്. സംസ്ഥാനത്തുടനീളം മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. KSRTC ബസ്സുകളിൽ കയറിയ പ്രവർത്തകർ സംഭവം എന്താ വെച്ചാൽ UDF സർക്കാർ അധികാരമേൽക്കാൻ പോകുകയാണ് നാളെ 10 മണിക്ക്. പക്ഷെ ഇവർ മെയ് 15 സൗജന്യമായിട്ട് സ്ത്രീകൾക്ക്, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും പ്രായഭേദമന്യേ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് മെയ് 15 പറയാൻ കാരണം ആര് മുഖ്യമന്ത്രി ആവുന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നീണ്ടുപോയത്. പക്ഷെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം പ്രാബല്യത്തിൽ വരണ്ടേ? അത് ചിന്തിക്കാൻ പോലും ബോധമില്ലാത്ത ഒരു ടീമുകൾ കേട്ട് നോക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വന്നിട്ടുള്ള VD സതീശനാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായത് മെയ് 15 മുതൽ മഹിളകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു മെയ് 15. എനിക്ക് തോന്നുന്നതറിയോ, ഇത് കേരളത്തിലെ സ്ത്രീകളല്ല, മഹിളാ മോർച്ചൻ്റെ കേരളത്തിലെ പ്രവർത്തകരല്ല, 1-2 ഉള്ളൂ. ബാക്കിയൊക്കെ തമിഴ്നാട്, മറ്റ് സ്റ്റേറ്റുകളിൽ വന്നിട്ടുള്ള ആളുകളാണ്. കാരണം ആ ഒരു സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവും. സ്ത്രീകൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് 15 തീയതി മുതൽ. പൊന്നാര ചേച്ചി 4-ാം തീയതി റിസൾട്ട് വന്നു. അതിനൊരു സർക്കാർ പ്രാബല്യത്തിൽ വരണ്ടേ? ഈ ഒരു സംഭവം പാസ്സാക്കണ്ടേ? അത് ചിന്തിക്കാൻ പോലും ഇല്ലാതൊരു മൂള് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? മന്ത്രി ഉണ്ടാക്കാനുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? അത് ആ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ക്ലോസേ അവർ പറഞ്ഞിരുന്നില്ല. അവരാകെ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ സൗജന്യ യാത്ര ഉണ്ടാക്കാം, സൗജന്യ യാത്ര തരാം. അത് VD സതീശനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗും. നിങ്ങൾ BJPയുടെ K സുരേന്ദ്രന് മുമ്പ് 50 രൂപയ്ക്ക് പെട്രോൾ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെയും കേട്ടില്ലോ? നിങ്ങളെതിരെ ആരെങ്കിലും പ്രതികരിച്ച? എന്താണ് നിങ്ങളിങ്ങനെ ആയാലും അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കണം. ഇത് വാഗ്ദാനം കൊടുത്തിട്ടുള്ളത് UDF സർക്കാരാണ്. അത് സ്വാഭാവികമായിട്ടും VD സതീശനുമാണ്. എന്തായാലും നടപ്പിലാകും. അതിനാ സംഭവം പ്രാബല്യത്തിൽ വരണം. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ മറ്റേ കൊടിയിട്ട് ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ? പിന്നെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ, ഒന്ന് നിറഞ്ഞു നിൽക്കണ്ടേ വാർത്തയില്ല, അതിനിറങ്ങിയതോ?